ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ വാഗമൺ ട്രിപ്പിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. ഒറ്റ ദിവസം പോയിട്ട് 3 വീഡിയോ ആയിട്ട് എടുത്ത് എന്നെ സമ്മതിക്കണം അല്ലേ. നിങ്ങളെ വെറുതെ എന്തിനാ ബോറടിപ്പിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ 3ആയിട്ടൊക്കെ ഇടാമെന്ന് വിചാരിച്ചത്. അത്യാവശ്യം ഉണ്ട്, അപ്പോൾ അത് ഒറ്റ ഇതായിട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും, പിന്നെ ഭയങ്കര ലോങ് വീഡിയോ ആയിരിക്കും. ഇച്ചിരി ഇച്ചിരി ആയിട്ട് കാണുന്നതല്ലേ എപ്പോഴും നല്ലത്, അതായിരിക്കും എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഇഷ്ടവും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം ഒരു മൊട്ടക്കുന്നിലോട്ട്, മെഡോസ് എന്ന് പറയുന്നൊരു സ്ഥലത്താട്ടോ എത്തിയത്. ആദ്യം ബോട്ടിങ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പോയി. അതിനുശേഷം മെഡോസ് എന്ന് പറയുന്നത് മൊട്ടക്കുന്ന്. ഇവിടെ മൊട്ടക്കുന്നാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ബോട്ടിങ് കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തിയപ്പോഴത്തേക്കും കുറച്ച് ടയേർഡായി കേട്ടോ ഞാൻ. അത് എനിക്ക് തോന്നുന്നു ചൂടിൻ്റെ ആണോ, ചൂടുണ്ടെങ്കിൽ നമ്മൾ വിയർക്കുന്ന ചൂടില്ല. നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിയർക്കുന്ന ഒരു ചൂടാണല്ലോ, പക്ഷെ ഇവിടെ വിയർപ്പില്ല. നമ്മൾ വിയർക്കുന്നതും കാര്യങ്ങളൊന്നുമില്ല, എന്നാൽ ആ ചൂടിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു മൊട്ടക്കുന്നിൻ്റെ ആദ്യം ഒരു മൊട്ടക്കുന്നിൻ്റെ മുകളിലോട്ട് കയറി കേട്ടോ. അവിടെ കുറേ പിള്ളേർ സെറ്റൊക്കെ നിന്ന് ഭയങ്കര ആർപ്പ് വിളിയും ഭയങ്കര അവർ ഫുൾ ജോഡിയായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവരുടെ ആ ഒരു വൈബ് കാണാനായിട്ട് ഇങ്ങനെ കിടന്ന് ഒച്ചയിടുകയും അങ്ങനെ കുറച്ച് നേരം അതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിന്ന് കുറേ വീഡിയോസ് എടുത്ത്. ഇതുപോലെ കുറേ മൊട്ടക്കുന്നുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ പോയവരുണ്ടായിരിക്കാം എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ. അപ്പോൾ പോയവരുണ്ടെങ്കിൽ ഈ സ്ഥലത്ത് ഞങ്ങൾ പോയതാണ് എന്നൊരു തോന്നലെങ്കിലും ഉണ്ടാവുമല്ലോ. കമൻറ്റ് എന്തായാലും ആരും ഇടത്തില്ല കാണുന്നവരൊന്നും, എങ്കിലും കാണുമ്പോൾ ഞങ്ങളിവിടെ പോയിട്ടുള്ളതാണ് എന്ന് തോന്നുമല്ലോ. അപ്പോൾ നമ്മുടെ പൊന്നുകുട്ടിയും കണ്ണൻകുട്ടിനും ഫുൾ ഹാപ്പിയാണ്. അവർ ചാടി ഓടി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇവർ രണ്ടുപേരും ഇത്ര ആക്റ്റീവായിട്ട് ഇങ്ങനെ ടയേർഡ് കാണിച്ചേ ഇല്ല കേട്ടോ. ഏത് സ്ഥലത്ത് ചെന്നിട്ടും കണ്ണൻകുട്ടനാണേലും പൊന്നുകുട്ടിയാണെങ്കിലും ഒട്ടും ടയേർഡ് കാണിച്ചിട്ടില്ല. ഞാനാണ് നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. ഓടല്ലേ, വീഴും എന്ന് ഞാനിങ്ങനെ നിയന്ത്രിച്ചുകൊണ്ടേ ഇരുന്നു കേട്ടോ. പക്ഷെ അവർ ഫുള്ള് ഹാപ്പി ആയിട്ട് ഓടി നടന്നു. എനിക്ക് അങ്ങ് കാണുന്ന ആ മൊട്ടക്കുന്നിലൊക്കെ പോകണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങ് കാണുന്ന ആ കുന്നുകളിലൊക്കെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ശരീരം ഒട്ടും സമ്മതിച്ചില്ല ഗൈസ്. എനിക്ക് ഒട്ടും വയ്യാതായിപ്പോയി. കുറച്ചങ്ങ് നടന്നപ്പോൾ തന്നെ ഞാനങ്ങ് ക്ഷീണിച്ചു കേട്ടോ. മൊത്തം ഇങ്ങനെ കയറ്റമാണല്ലോ, ഇറങ്ങാൻ നമുക്ക് എളുപ്പമാണ്. എവിടെയും ഇറങ്ങുമ്പോൾ ഒരു പെട്ടെന്ന് നമുക്ക് ഇറങ്ങിപ്പോകും. പക്ഷെ കയറാനാണ് പാട് കേട്ടോ. എന്നാലും മാക്സിമം കുഞ്ഞുങ്ങൾ ഓടി നടന്ന സ്ഥലത്തൊക്കെ ഞങ്ങൾ കയറി കേട്ടോ. കുറേ ഇത് വേറൊരു കുന്ന്, ഇങ്ങനെ ഓരോ കുന്നുകളുണ്ട്. അപ്പോൾ പൊന്നുകുട്ടിക്ക് ആ ഒരു കാട് കാണുന്നുണ്ടോ, അതിൻ്റെ അപ്പുറത്തെ കുന്നിലൊക്കെ പോകണമെന്നുണ്ടായിരുന്നു. കുറച്ചു നേരം കുഞ്ഞുങ്ങൾ അവിടെയൊക്കെ ഇരുന്ന്. നല്ല ക്ലീനാണ് കേട്ടോ, ഒരു ആനിമൽസിനെ ഒന്നും കാണാനില്ല. ഈ പൂച്ച അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല കേട്ടോ. ഫുൾ ക്ലീനായിട്ട് എവിടെ വേണേലും നമുക്ക് പോയി ഇരിക്കാം. വേസ്റ്റോ അങ്ങനെയൊന്നുമില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ചായിരുന്നു. പക്ഷെ അതൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു കേട്ടോ. അവിടെ നിന്ന് തിരിച്ചിട്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. വേറൊരു സ്ഥലത്ത് പോയി ഭക്ഷണം കഴിച്ചു. അവിടുത്തെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം മൊത്തത്തിൽ ടയേർഡായിരുന്നു. പിന്നെ പറയാനുള്ളത് അമ്മാതിരി തിരക്കായിരുന്നു. റോഡ് ഫുൾ ബ്ലോക്ക്. ഞങ്ങൾ കുറേ നേരം ബ്ലോക്കിലൊക്കെ പെട്ടുപോയി കേട്ടോ. അത്ര തിരക്കായിരുന്നു. പിന്നെ മുല്ലയ്ക്കച്ചിറപ്പ് വാഗമണിലോട്ട് വന്നോ എന്നുള്ളൊരവസ്ഥയായിരുന്നു കേട്ടോ. ഞങ്ങൾ വേറൊരു സ്ഥലത്തോട്ട് പോവുകയാണ്. ഈ എന്താ പറയുന്ന, ഞങ്ങൾ ഈ പൈൻമരം ഇങ്ങനെ അടുങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടോട്ട് പോവുകയാണ് കേട്ടോ. എൻ്റെ അമ്മയെ എന്നോ തിരക്കായിരുന്നു. ഞങ്ങൾ പെട്ടുപോയെന്ന് പറയാം. അങ്ങോട്ട് നടന്ന് നീങ്ങുന്നില്ല. ഈ കാണുന്നതൊന്നും അല്ല കേട്ടോ. ഒരു സൈഡ് ഫുള്ള് കച്ചവടം. മുല്ലയ്ക്കച്ചിറപ്പ്, സത്യം പറഞ്ഞാൽ മുല്ലയ്ക്കച്ചിറപ്പ് ഇങ്ങോട്ട് വന്നെന്ന് തോന്നുന്ന രീതിയിൽ ഇങ്ങനെ ആയിരിക്കാം, എനിക്കറിയില്ല. നമ്മൾ ആദ്യമായിട്ടല്ലേ, ഫസ്റ്റ് ടൈം അല്ലേ അവിടെയൊക്കെ പോകുന്നത്. ഒമ്മാതിരി തിരക്കായിരുന്നു. ഇതേ കണ്ടോ, ഇതൊന്നും അല്ല, ഇടുങ്ങി കുത്തിയ ആൾക്കാരായിരുന്നു കേട്ടോ. ഇത് എത്താറായപ്പോൾ ഉള്ളൊരവസ്ഥയാണ്. കച്ചവടക്കാരുടെ ബഹളമാണ് കേട്ടോ. ചോക്ലേറ്റ്, തേയില, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. അപ്പോൾ പൈൻ ഫോറസ്റ്റ് ആണ് കേട്ടോ ഇത്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഒരു ചീവീടിൻ്റെ കരച്ചിലൊന്നും ഇല്ല കേട്ടോ. നമ്മളിപ്പോൾ ഒരു കാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ചീവീടിൻ്റെ സൗണ്ട് കേൾക്കുമല്ലോ, ഇത് ചീവീടിൻ്റെ സൗണ്ടൊന്നുമില്ല. പിന്നെ ആ ഒരു സ്ഥലം എത്തി എപ്പം തൊട്ട് നല്ല
തണുപ്പ്, നല്ല തണുപ്പെന്ന് വെച്ചാൽ നല്ല കൂളിംഗ് ആയിരുന്നു കേട്ടോ. വെയിലുണ്ട്, പക്ഷെ വെയിലൊന്നും അങ്ങനെ അകത്തോട്ട് അടിച്ച് കയറുന്നൊന്നുമില്ല. കാരണം ഈ മരം ഇങ്ങനെ നിൽക്കുമല്ലോ അടുങ്ങി അടുങ്ങി അടുങ്ങി. നമ്മുടെ കൂടെ വന്ന ചിലരൊക്കെ പറഞ്ഞു എന്നാ കാണാനാ ഇതെന്ത് ഇത്ര വലിയ പ്രത്യേകത ഈ മരങ്ങളിങ്ങനെ നിൽക്കുന്നത് കാണാൻ. പക്ഷേ ഞാൻ പറയാലോ, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഇനിയും പോകണമെന്ന് ഞാൻ ഇന്നലെയും കൂടി ഇവിടെ വീട്ടിൽ പറഞ്ഞു കേട്ടോ. ഇനിയും നമുക്കൊന്ന് വാഗമൺ പോകാവുന്ന കേട്ടോ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. എന്തായാലും 2024 നമുക്ക് വാഗമൺ കാണാൻ സാധിച്ചു. അത് ഭയങ്കര സന്തോഷം. ഓരോ ആളുകളും വേറെ പല സ്ഥലങ്ങളിലൊക്കെയാണ് പോകുന്നത്, അതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മളുടെ ആ ഒരു ജീവിത രീതിയും ജീവിതശൈലിയിലും ആ ഒരു ലൈഫിൽ നമുക്ക് വാഗമൺ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനിയും പോകണമെന്ന് ആഗ്രഹമുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പൈൻമരം എല്ലാം കൂടി ഇങ്ങനെ നിൽക്കുന്ന കാണാനായിട്ട് നല്ല കൂളിങ്ങും ആയിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റുന്ന കൂളിങ്, അല്ലാതെ ഭയങ്കര തണുപ്പും കാര്യങ്ങളൊന്നുമില്ല. നല്ല രസമുണ്ടായിരുന്നു. ഒരു AC റൂമിൽ കയറുന്ന ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ആയിരുന്നു അതിനകത്ത്. അവിടെ നിന്ന് എൻ്റെ വലിയൊരു ആഗ്രഹം പോലെ ഒരു ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ. ഞങ്ങൾ 4 പേരും കൂടി ഈ ഒരു പൈൻ ഫോറസ്റ്റിൽ നിന്നൊരു ഫോട്ടോ എടുക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ആ ഫോട്ടോയൊക്കെ എടുത്തു. അങ്ങനെ തിരിച്ചു പോരാൻ നേരമായപ്പോഴത്തേക്കും കുരങ്ങന്മാരെ കണ്ടു കേട്ടോ. അത്രയും നേരം അവിടെ കുരങ്ങനെയും കണ്ടില്ല, ഒന്നും കണ്ടില്ല. തിരിച്ച് ഞങ്ങൾ ധൃതി പിടിച്ചാൽ കയറിപ്പോകുന്നത്. കാരണം സമയം പോയെന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു സ്ഥലത്തു കൂടി ഒന്ന് പോയിട്ട് വേണം ഞങ്ങൾക്ക് തിരിച്ച് നമ്മുടെ നാട്ടിലോട്ട് തിരിക്കാനായിട്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ കയറി പോകുന്നു കേട്ടോ. കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്ത് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വേറെ സ്ഥലത്തോട്ട് പോവുകയാണ്. വേറെ സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരുന്തിൻപാറ എന്ന് പറയും. പരുന്തിൻപാറ പോയവരുണ്ടെങ്കിൽ അറിയായിരിക്കും. പരുന്തിൻപാറ എന്ന് പറയുന്ന സ്ഥലമാണ്. അത് അത്യാവശ്യം നല്ല ഓട്ടം ഉണ്ട് കേട്ടോ. ഈ പൈൻ ഫോറസ്റ്റിൽ നിന്ന് പരുന്തിൻപാറയിലോട്ട് നല്ല ഓട്ടം ഉണ്ട് കേട്ടോ. അപ്പോൾ പോകുന്ന വഴികളൊക്കെ മൊട്ടക്കുന്നുകളും കാടുകളും മലകളും നല്ല മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ. കണ്ടങ്ങ് പുറത്തോട്ടിരിക്കാം. കണ്ണൻകുട്ടൻ ഇടയ്ക്ക് ഉറങ്ങിപ്പോയി, പൊന്നുകുട്ടി ഇടയ്ക്ക് ഉറങ്ങും, പുറത്തോട്ട് നോക്കിയിരിക്കും. ഞാനും ഇടയ്ക്കൊന്ന് ഉറങ്ങിപ്പോയി കേട്ടോ. കാരണം നമ്മൾ ആ മൊട്ടക്കുന്നിലൊക്കെ കയറിയപ്പോൾ ഒന്ന് ക്ഷീണിച്ചായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്തു കേട്ടോ. ഞാനും മക്കളും ഒക്കെ നല്ല ഹാപ്പി ആയിട്ട് പോയിട്ട് വരാൻ സാധിച്ചു. അടിപൊളിയായിരുന്നു. ആർക്കും ഒരു തരത്തിലെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടായില്ല. എല്ലാവരും ഒന്നാമത് ഞങ്ങളുടെ കൂടെ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളായിരുന്നു കേട്ടോ. കൂടുതലും ചെറുപ്പക്കാർ കുറവായിരുന്നു. അപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പ്രായമുള്ളവരല്ലേ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടാവുമോ. നമ്മൾ പോകുന്നത് മല കയറി അങ്ങനെയാണല്ലോ പോകുന്നത്, ഹൈറ്റുള്ള സ്ഥലത്താണല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ ആർക്കും ഒരു കുഴപ്പവും ഇല്ല. എല്ലാവരും ഹാപ്പി ആയിട്ട് എല്ലാം കണ്ട് നടന്നു കേട്ടോ. ഇതാണ് പരുന്തുംപാറ എന്ന് പറയുന്നത്. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. എങ്ങനെയും അവിടെ കയറണമെന്നായിരുന്നു എൻ്റെ ലക്ഷ്യം കേട്ടോ. ഇത് അങ്ങ് കണ്ടോ, ഒരു മേഘങ്ങൾ നിൽക്കുന്നതിൻ്റെ താഴെ കുറേ ആളുകൾ നിൽക്കുന്നത് കണ്ടോ. അതാണ് എൻ്റെ വ്യൂ പോയിന്റ്. നമ്മൾ നിൽക്കുന്നത് പാർക്കിംഗ് ഏരിയയിലാണ്. അവിടെ വരെ എങ്ങനെയെങ്കിലും കയറണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവിടുന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല തണുപ്പെന്ന് വെച്ചാൽ അത്രയ്ക്ക് തണുപ്പ്. ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും തണുപ്പ് അനുഭവിച്ചിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അമ്മാതിരി തണുപ്പ് കേട്ടോ. പൊന്നുകുട്ടിക്കാണെങ്കിൽ ഞങ്ങൾ പോകുന്നതിന് മുമ്പ് ഇവിടെ അടുത്തൊരു നമ്മുടെ ചേർത്തലയിലൊരു ഷോപ്പിൽ നിന്ന് ജാക്കറ്റൊക്കെ വാങ്ങിക്കണമെന്ന് വിചാരിച്ചാൽ 2 പേർക്കും. പക്ഷേ എനിക്കത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അത് തിരിച്ചു വെച്ചു. അതിന് പൊന്നുകുട്ടി എന്നെ അവിടെ നിന്ന് വഴക്ക് പറയായിരുന്നു. അമ്മ ആ ജാക്കറ്റ് എടുത്താൽ പോരായിരുന്നു, എനിക്കിപ്പോൾ ഇത്രയും തണുപ്പറിയേണ്ടി വരത്തില്ലായിരുന്നല്ലോ എന്നും പറഞ്ഞു. അമ്മാതിരി തണുപ്പായിരുന്നു കേട്ടോ. എനിക്കങ്ങ് എൻ്റെ പല്ലൊക്കെ കിടന്നിങ്ങനെ കൂട്ടിയടിക്കുന്ന സൗണ്ടായിരുന്നു കേട്ടോ. പിന്നെ പൊന്നുകുട്ടിക്ക് ഒരു തോർത്തൊക്കെ കെട്ടി എൻ്റെ പേരമ്മ ഒരു തോർത്തൊക്കെ കൊടുത്തു കേട്ടോ പൊന്നുകുട്ടിക്ക്. വേറെ ടർക്കിയും കാര്യങ്ങളും ഒന്നും ഞാൻ എടുത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ണൻകുട്ടനും പൊന്നുകുട്ടിക്കും ഒരു തൊപ്പി ഉണ്ടായിരുന്നു. എന്തായാലും എനിക്കാണെങ്കിൽ നടക്കാനും പറ്റുന്നില്ല. കാരണം അത്രയ്ക്ക് തണുപ്പ്. അല്ലാതെ നടക്കുന്നതുകൊണ്ടുള്ള കുഴപ്പമില്ല. പിന്നെ അവിടെ മൊത്തം പൊല്യൂഷനായിരുന്നു. ഈ കുപ്പി എന്താ പറയുന്നത്, ഈ ബിയറൊക്കെ കുടിച്ചിട്ട് ആളുകൾ കുപ്പി പൊട്ടിച്ചിട്ടിരിക്കുന്നു. എന്ത് മനുഷ്യരാന്ന് പറയാല്ലേ. ഇത്രയും നല്ലൊരു മനോഹരമായ സ്ഥലത്തൊക്കെ ഇങ്ങനെയുള്ള മോശം കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുക. ആരുടെയെങ്കിലും കാലിൽ കുത്തിക്കേറിയുള്ള അവസ്ഥ എന്താ അല്ലേ. ആ ഒരു സ്ഥലമെന്ന് പറഞ്ഞാൽ അങ്ങനെ കടകളോ ഹോസ്പിറ്റലോ അങ്ങനെ ഒന്നുമില്ല. എന്ത് ചെയ്യുമല്ലേ. അങ്ങനെ നിറച്ച് കുപ്പികളിങ്ങനെ ഇട്ടേക്കുക കേട്ടോ. പക്ഷെ ഞാനാണ് ആദ്യം അവിടെ എത്തിയത് കേട്ടോ. ഞാനും നമ്മുടെ കൂടെയുള്ളൊരു ബ്രദറുമാണ് ആദ്യം ആ ഒരു പരുന്തുംപാറയിൽ
ചാടി ഓടി കയറിയത്. പുറകെ ഇവരുണ്ട്, അടുത്തടുത്തായിട്ടൊക്കെ തന്നെ ഉണ്ട്. എങ്കിലും അടിപൊളി വ്യൂ പോയിന്റ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സ്ഥലത്ത് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഒരു എന്താ പറയുന്നത് എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ പറയുന്നത് കേട്ടോ. ഇതാണ് ആ വ്യൂ പോയിൻ്റ്. പക്ഷേ എനിക്ക് സങ്കടമായിപ്പോയ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ വ്യൂ പോയിന്റിൽ എത്തിയപ്പോൾ അത്യാവശ്യം ഇരുട്ടി തുടങ്ങി. എനിക്കത് ഭയങ്കര വിഷമമായിപ്പോയി കേട്ടോ. കാരണം ഇച്ചിരിയും കൂടെ നേരത്തെ നമ്മൾ വന്നിരുന്നെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു താഴെ വരെയൊക്കെ ഒന്ന് കാണാമായിരുന്നു ആ വ്യൂ പോയിന്റ്. അപ്പോൾ നമ്മുടെ എന്താ പറയുന്ന നമ്മൾ ആ വന്ന സമയത്തിൻ്റെ ആ ഒരു ഇതായിരിക്കാം. എന്തായാലും എനിക്കതൊരു ഭയങ്കര വിഷമമായിപ്പോയി കേട്ടോ. എങ്കിലും ഞാൻ അത് കണ്ട ആ ഒരു സന്തോഷത്തിൽ ഞാൻ അത്യാവശ്യ രീതിയിൽ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. എനിക്ക് എന്താ പറയുന്നത്, എനിക്ക് അവിടെ എത്തിയപ്പോഴത്തേക്കും ഇങ്ങനെ ബ്രീത്തിങ്ങിലൊക്കെ ഭയങ്കര പ്രോബ്ലം വന്നു. കാരണം നല്ല വ്യൂ പോയിൻ്റ് ആണല്ലോ. ആ ഒരു എന്താ പറയുക, നമ്മുടെ മൂക്കൊക്കെ ഒന്ന് അടഞ്ഞ പോലെയൊക്കെ വന്നു. അത്രയും ഒരു വ്യൂ പോയിന്റിൽ ലൈഫിൽ ആദ്യമായിട്ട് പോയതിൻ്റെ ഒരു സന്തോഷം അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ വാഗമണിൻ്റെ ആ ഒരു വീഡിയോസും കാര്യങ്ങളും ഇതുവരെ ഉള്ളൂ, കൂടുതലായിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ താഴോട്ടിറങ്ങിയപ്പോൾ അത്യാവശ്യം കടകളും, ബജിക്കടകൾ, ചുക്ക് കാപ്പിക്കടകൾ, അങ്ങനെ കുറേ കടകൾ, ചായക്കടകൾ, ചെറിയ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വ്യൂ പോയിന്റിൽ അത്യാവശ്യം കുറച്ച് നേരമൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ അമ്മാതിരി തണുപ്പായിരുന്നു കേട്ടോ. തണുത്തിട്ട് നിന്ന് വിറയ്ക്കുകയായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. സൂര്യൻ അസ്തമിക്കുന്ന സമയവും ആ ഓറഞ്ച് കളറും ബ്ലാക്ക് കളറും ഒക്കെ ആയിട്ടുള്ള ഒരു ആകാശം നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്തായാലും മൊത്തത്തിൽ അങ്ങനെ ഞങ്ങൾ വാഗമണൊക്കെ നന്നായിട്ട് കണ്ടു. ഇനിയും കുറച്ച് സ്ഥലങ്ങളൊക്കെ പോകാനുണ്ട്. ഏകദേശം 2, 3, 4 സ്ഥലങ്ങളൊക്കെ നമ്മൾ പോയുള്ളൂ. എന്തായാലും നല്ലൊരു ട്രിപ്പായിരുന്നു. ഒരുപാട് സന്തോഷം. 2024 വാഗമൺ കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യണം. ഇനി നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയറൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബായ്.